കഴിഞ്ഞ എപ്പിസോഡിൽ ഡോഹിയുടെ പാരന്റ്സ് മരിക്കാൻ കാരണം ജിയോങ്ങിന്റെ കോൺട്രാക്ട് ആണെന്ന് കാണിച്ചാണ്. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ പുറത്തേക്ക് വരും. അപ്പോഴാണ് അവളും ചോദിക്കുന്നത്, ജിയോങ് സത്യത്തിൽ നിന്റെ പാസ്റ്റ് ലൈഫിൽ നിനക്ക് എന്തോ സംഭവിച്ചത് എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എല്ലാവരും കൊന്നുകൊണ്ട് ഞാൻ ആ ദേശത്ത് എല്ലാവരും പ്രതികാരം വീട്ടി. അതിനുശേഷം എനിക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മരിച്ചുപോയി എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ അവനെ സമാനപ്പെടുന്നത്. ജിയോങ് എന്തായാലും നീ മുമ്പ് ചോദിച്ചപ്പോൾ എന്നോട് ഹാപ്പിയാണോ സാഡ് ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നിന് ഇവളും ചുമ്മാ തമാശ ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ഡോഹി ഈ തവണ നമുക്ക് എന്തായാലും ഹാപ്പി എൻഡിങ് ആയിരിക്കും, അതിന് ഞാൻ പ്രോമിസ് എന്നിന് അവനും പെട്ടെന്ന് അവന്റെ പവർ യൂസ് ചെയ്ത് പണ്ട് ഡോഹിയെ പ്രപ്പോസ് ചെയ്ത ആ സ്ഥലം പോലെയാക്കും. അതിനുശേഷം അവൾ അവനെ സന്തോഷത്തിൽ കണ്ടിട്ട് ഒരേശ ഇത് നമ്മുടെ സെക്കൻഡ് ചാൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവ സന്തോഷത്തിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം അവന് ദൈവത്തിനെ കാണാൻ വേണ്ടി വരും. അത് പിന്നെ എന്റെ പാസ്റ്റ് ലൈഫ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാതെ തടയാൻ പറ്റുമോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവരും, എന്തോ പറ്റി, എന്റെ ഹെൽപ്പിന്റെ ആവശ്യമുണ്ടോ? ഓ നിങ്ങളൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചെന്നേ ഉള്ളു, അപ്പൊ വന്നത് വേസ്റ്റാ, നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ഒന്നും കിട്ടും തോന്നില്ല ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവരും, അപ്പൊ ഹെൽപ്പിനാ വന്നേ ഏതിന് അവരും കളിയാക്കുമ്പോ തന്നെ അവൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവരും പറയുന്നത്, എപ്പോഴും സന്തോഷത്തിന് അന്വേഷിച്ച് പോകല്, ചില സമയത്ത് സന്തോഷവും പോയിസൺ ആകാം ഏതിന് അവരും പറഞ്ഞിട്ട് ജിയോങ് പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവന് വീട്ടിലേക്ക് ചെന്നിട്ട് ഡോഹി ഉണർത്തും, ഇതുവരെ എഴുന്നേറ്റില്ല, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കിയ ഫുഡ് ഏതിന് അവനും പറഞ്ഞോടെ അവള് സന്തോഷത്തി, എന്തോ വീട്ടിലുണ്ടാക്കിയതോ ഏതിന് അവളും പെട്ടെന്ന് സന്തോഷത്തി ഓടിച്ചെന്ന് നോക്കും. അപ്പോഴാണ് അവിടെ ഒന്നും കാണത്തില്ല. അതോടെ ജിയോങ് അവന്റെ പവർ യൂസ് ചെയ്തോടെ ഓരോ ഫുഡായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇത് കണ്ട് അവൾ ഇനി ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരുടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഡോഹി അവനോട് പറയുന്നത്, ജിയോങ് സമയം പെട്ടെന്ന് പോകുന്നല്ലേ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ 1 വർഷമായി, ഇപ്പൊ അടുത്ത ക്രിസ്മസ് എന്ന്, ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഇല്ല വേണ്ട, നിന്നെ ക്രിസ്മസ് ഇഷ്ടമല്ലല്ലേ ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും, ആര് പറഞ്ഞ് ഡോഹിക്ക് ഇഷ്ടപ്പെടുന്നെല്ലാം എനിക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് എനിക്കൊന്നും സീനില്ല ഏതിന് അവനും പറഞ്ഞോടെ അവള് സന്തോഷപ്പെടും. അപ്പോഴാണ് അവനും, എങ്കിൽ പിന്നെ നമുക്ക് ജിംഗിൾ ബെൽസിൽ നിന്ന് തുടങ്ങാം ഏതിന് അവർ രണ്ടിനും പാട്ടും കേട്ട് വൈബ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ആക്സിഡന്റ് നടന്നുകൊണ്ട് ഫ്രണ്ടിൽ കുറെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കും. അപ്പോഴാണ് ഇവർ രണ്ടിനും കൂടെ എന്തോ ട്രാഫിക് എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഡോഹിയും അവിടെ ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുന്നുണ്ട്. അവള് മൊത്തത്തിൽ പേടിച്ചു പോകും, കാരണം അവൾക്ക് ആക്സിഡന്റ് കാണുമ്പോഴൊക്കെ അവള് കാരണം മരിച്ചെന്ന് വിചാരിക്കുന്ന അവളുടെ അച്ഛനും അമ്മയാണ് ഓർമ്മ വരുന്നത്. അപ്പോഴാണ് ഇത് കണ്ട അവനും, ഡോഹി എന്തോ പറ്റി ഏതിന് ഇവനും വിളിച്ചോടെ അവൾക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട്, നമ്മൾ എന്തോ സംസാരിച്ചിട്ടുണ്ട്, ക്രിസ്മസ് പാട്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഒന്നും കൂടെ കേൾക്കാം ഏതിന് അവളും പറഞ്ഞിട്ട് ആ ഷോക്കിൽ തന്നെ ഇരിക്കും. അതിനുശേഷം ഇത് മനസ്സിലാക്കി ജിയോങ്ങും ഈ കാര്യമായിട്ട് സിയോക്കിനെ കാണാൻ വേണ്ടി പോകും. കുടിച്ചോ എന്റെ ചെലവ, ചുമ്മാതൊന്നും ആളി എന്നെ കാണാൻ വരത്തില്ലല്ലേ, എന്തോ പ്രശ്നം പറ ഏതിനെ സിയോ ചോദിക്കുമ്പോഴാണ് അവനും, പ്രശ്നമൊന്നുമില്ല, ഡോഹിയെ കുറിച്ചൊന്ന് ചോദിക്കാനാ വന്ന്, എന്നെക്കാളും നിനക്ക് അവളെ മുമ്പേ പരിചയമുണ്ടല്ലേ, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റ് കണ്ടായിരുന്നു, അപ്പൊ തൊട്ട് അവൾ എന്തോ പേടിച്ച പോലെ ഷോക്കായിരിക്കുക, ഞാൻ വിചാരിക്കുന്നു അവളുടെ പാരന്റ്സിനെ കുറിച്ച് ഓർത്താണ് വന്ന, ഞാൻ എത്ര അവളെ സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അവളുടെ മൈൻഡ് അതിൽ നിന്ന് മാറുന്നില്ല ഏതിന് ഇവൻ പറയുമ്പോഴാണ് സിയോക്കും, അല്ലേലും അവൾ പണ്ടേ അങ്ങനെ ആയിരുന്നു, ഈയിടയ്ക്ക് മാഡം ജോ മരിച്ചോണ്ട് ആ കില്ലറിന്റെ പുറകെ പോയതുകൊണ്ട് അവൾ അതെല്ലാം മറന്നിരുന്നു, ഇപ്പൊ വീണ്ടും പ്രശ്നമെല്ലാം സോൾവ് ആയതോടെ അവൾ പഴയ ഡോഹിയായിട്ട് മാറി. അവൾ എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് സന്തോഷം അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ പേടിയെന്ന്, കാരണം ഡോഹിയുടെ പാരന്റ്സ് മരിക്കുന്ന മുമ്പേ അവളുടെ പാരന്റ്സുമായിട്ട് ബീച്ചിൽ നല്ല ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്തോണ്ടിരുന്ന, അതിന്റെ അടുത്ത ദിവസം ആ സന്തോഷമെല്ലാം ഇല്ലാതാക്കുന്ന പോലെ അവളുടെ പാരന്റ്സ് കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ, അതുകൊണ്ട് അപ്പൊ തൊട്ട് അവൾക്ക് സന്തോഷം തന്നെ പേടിയായിട്ട് മാറിയ എന്നിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ്ങും, അപ്പൊ ആ കാർ ആക്സിഡന്റിന് ശേഷമാണോ ഡോഹി മാഡം ജോയുടെ കൂടെ താമസിക്കാൻ പോയ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അല്ല, അവളുടെ അച്ഛനമ്മ മരിച്ചതിന് ശേഷം അവളുടെ ഒരു ബന്ധു അവൾ നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ അവർക്ക് ആവശ്യം എന്താന്ന് വെച്ചാൽ ഇവളുടെ പൈസ മാത്രമേ ഉള്ളൂ, ആ പൈസ ഫുള്ളും ചെലവാക്കിയതോടെ ഡോഹി അവര് വേണ്ടെന്ന് പറഞ്ഞയച്ചു. അതിനുശേഷം മാഡം ജോ അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം അവളെ കണ്ടപ്പോ അവൾ ആരോടും അധികം മിണ്ടത്തില്ലായിരുന്നു, മാഡം ജോയ അവളെ മൊത്തത്തിൽ ഓപ്പൺ ആക്കി വിട്ട്, ഇപ്പൊ അവരില്ലാത്തോണ്ട് ഡോഹി പഴയതുപോലായെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ജിയോങ്ങും തിരിച്ച് കമ്പനിയിലേക്ക് ചെന്നിട്ട് അവൻ പറഞ്ഞേക്ക് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡോഹിയും വരുന്നത്. ജിയോങ് നീ എപ്പോഴാ വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രൊമോഷന് വേണ്ടി നിന്റെ പ്ലേസ് യൂസ് ചെയ്തോട്ടെ ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എന്റെ ഡോഹിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഞാൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കുക, നീ ആ കമ്പനിയിലെ ബോസ് ആയിട്ട് പറ ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ബോസ് ആയാലും എനിക്കത് സമ്മതം, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഏതിന് അവനും പറഞ്ഞിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഇപ്പൊ അവസാനമായിട്ട് ഡൊക്യോങ്ങും ഇനി നിങ്ങളുടെ ടേനെന്ന് പറഞ്ഞിട്ട് ആ മരിച്ചുപോയ കാലിച്ച് ഇവര് മൊത്തത്തിൽ പ്രാന്തളകിയിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഡോഹി വർക്ക് ചെയ്തോണ്ടേ കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവളുടെ സ്വപ്നത്തിൽ അച്ഛനമ്മയില്ലാതെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന പോലെ അവൾക്ക് ഇങ്ങനെ സ്വപ്നം വന്നോണ്ടിരിക്കും. അങ്ങനെ അതോർത്ത് അവളും കരഞ്ഞോണ്ട് ഉറങ്ങുമ്പോഴാണ് അവിടേക്ക് വരുന്ന ജിയോങ്ങും ഇവള് കരയുന്ന കണ്ടിട്ട് ഇവളുടെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി അവൻ തീരുമാനിക്കും. അതോടെ അവന്റെ പവർ യൂസ് ചെയ്ത് അവളുടെ സ്വപ്നം മൊത്തത്തിൽ മാറ്റും. അപ്പോഴാണ് അവളും ഞാൻ കാരണം എല്ലാവരും മരിച്ചോ എന്നറിഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ്ങും വന്നിട്ട് അവളെ സമാനപ്പെടുത്തുന്നത്, ഡോഹി അവരാരും തന്നെ മരിച്ചിട്ടില്ല, അവരൊക്കെ ദൂരെയുള്ള സ്ഥലം വരെ പോയെന്നേ ഉള്ളു, നിനക്ക് അവരെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഏതിന് ഇവനും പറയുമ്പോഴാണ് അവൾ ഇമോഷണലായി അവളുടെ പാരന്റ്സിനെയും മാഡം ജോയൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്.
അപ്പനാണ് ഇവളുടെ കൺമുമ്പിൽ ക്രിസ്മസിന് വേണ്ടി എല്ലാം ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൾ വരുന്നിട്ട് അവരും ഡോഹി വാ അച്ഛന് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അവർ മൂന്നുപേരും കൂടെ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ഇവരെ കണ്ടതോടെ അവൾ ഇമോഷണലായി സന്തോഷത്തെ അടുത്തേക്ക് ചെല്ലും. അപ്പനാണ് അവളും ജിയോങ് എന്തേന്ന് നോക്കുമ്പോൾ അവനവിടെ കേക്കായിട്ട് വരും. കേക്ക് ഇല്ലാതെ ക്രിസ്മസോ? എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ആ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ അവളുടെ സ്വപ്നം മൊത്തത്തിൽ ജിയോങ് മാറ്റിയെടുക്കും. അങ്ങനെ എപ്പോഴത്തെയും പോലെ അല്ലാതെ അവളിപ്പോ സന്തോഷമായിട്ട് കടന്നുറങ്ങുമ്പോഴാണ് ഇത് കണ്ടിട്ട് ജിയോങ്ങും ഡോഹി എന്നെ കൊണ്ട് മരിച്ചവരൊന്നും തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവനും പറഞ്ഞിട്ട് കിടക്കാൻ പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് ജിയോങ് ഇന്നലെ രാത്രി എനിക്ക് സന്തോഷമായിട്ടുള്ള സ്വപ്നം വന്ന് ഞാൻ എഴുന്നേക്കണ്ടെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷെ എന്ത് ചെയ്യാനാ ഉറക്കം പോയി. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നല്ല കാര്യം, പക്ഷെ ഞാനിവിടെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ക്രിസ്മസ് ട്രീ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ലൈറ്റ് ഫുള്ളും കൊളമായി കിടക്കുന്നു. എന്നിട്ട് ഇവൻ കഷ്ടപ്പെടുമ്പോഴാണ് അവളും ജിയോങ് നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്, നിനക്ക് നിന്റെ പവർ യൂസ് ചെയ്താൽ പോരെ. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും നോ എനിക്ക് നിന്റെ കൂടെ കഷ്ടപ്പെട്ട് ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം. എന്നിട്ട് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ലൈറ്റ് തറയിൽ നിന്ന് പൊട്ടിപ്പോകും. അതോടെ അവനും വെറുത്തിട്ട് ശരി പവർ യൂസ് ചെയ്യട്ടെ. എന്നിട്ട് അവന് യൂസ് ചെയ്യാൻ പോകുമ്പോൾ അവളും തടഞ്ഞിട്ട് നമുക്ക് കുറെ സമയമുണ്ട് പതിയെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തോളം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മാരേജ് ആയ കപ്പിൾസ് ആയിട്ട് ഇവര് ഓരോ ദിവസം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം അവൻ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു നെക്ലസ് പ്രസന്റ് ചെയ്യും. അങ്ങനെ ഇവർ ഹാപ്പി ആയിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സെക്കൻഡ് കപ്പിളായ പാർക്കിനെയും സെക്രട്ടറിയും കാണിക്കുന്നത്. ഡാർലിംഗ് ഇന്ന് എന്നെ വണ്ടി ഓടിക്കാൻ സമ്മതിക്കാത്തത്. ഏതിനെ പാർക്ക് വഹിക്കുമ്പോഴാണ് അവരും ഇല്ല എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. എന്നിട്ട് ഇവരുടെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് സെക്രട്ടറിയും പറയുന്നത് അത് പിന്നെ നമ്മൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം പുറത്തോട്ടെങ്കിലും പറയാത്തതിന് ഒരു റീസൺ ഉണ്ട്. ഒരിക്കലും എനിക്കൊരു കല്യാണം നടന്ന അതെന്റെ ലൈഫിൽ വലിയ ദുരന്തം, അതുകൊണ്ട് ഇതുവരെ എനിക്ക് ആ ഒരു കംഫർട്ടബിൾ വന്നിട്ടില്ല. എന്നിട്ട് സെക്രട്ടറി പറയുമ്പോഴാണ് പാർക്കും അത് നിനക്കൊന്നും ദുരന്തമല്ല, നിനക്ക് ഡിവോഴ്സിനെ കിട്ടിയ സക്സസ്സാ, നിനക്ക് കംഫർട്ടബിൾ കിട്ടുമെന്ന് നീ പറഞ്ഞാൽ മതി, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്. ഷിൻ ഞാൻ കഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്, നീ അതൊക്കെ കഴിക്കുന്നില്ല, എത്ര ബിസി ആണെങ്കിലും നീ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം. ഇതിനെ പാർക്ക് അറിയുമ്പോഴാണ് ഇത് കേട്ട് സെക്രട്ടറി ടച്ചായി എന്ന് പറഞ്ഞ് രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് ലുക്ക് കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം പാർക്കിനെ കൊണ്ടാക്കിയിട്ട് സെക്രട്ടറി അവിടെ നിന്ന് പോകുമ്പോഴാണ് പാർക്കും പെട്ടെന്ന് കൈ ലഞ്ചിരിക്കുന്നിട്ട് ഷിൻ നീ വീണ്ടും ലഞ്ച് കൊണ്ടാൻ മറന്നുപോയി. എന്നിട്ട് അവിടെ നിന്ന് കൈ കാണിക്കുമ്പോൾ സെക്രട്ടറിനെ താറ്റ് കാണിക്കാന്ന് പറഞ്ഞ് കാറിൽ നിന്നുകൊണ്ട് താറ്റ് കാണിച്ചോണ്ടിരിക്കും. ചെറുക്കം നല്ല ക്യൂട്ടാണല്ലേ, ഓടി കമ്പനി വരെ എത്തുമെന്തോ കുറച്ച് സ്പീഡ് കൂട്ടാം. ഏതിന് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം പാർക്കകത്തേ പോകുമ്പോഴാണ് ഇവനെ കണ്ട് ജിയോങ്ങും എന്തോടാ റണ്ണിങ് റേസ് വല്ല ആയിരുന്നോ ഇത്രയ്ക്ക് ശ്വാസം വിടുന്നു. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് പാർക്കും ബോസ് പറ്റുമെങ്കിൽ പവർ യൂസ് ചെയ്ത് ഈ ലഞ്ച് ബോക്സ് മെഷീൻ ഒന്ന് കൊടുക്കുക. ഏതിനെ പാർക്കും പറയുമ്പോഴാണ് അവനും എടാ നിനക്ക് സെക്രട്ടറി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട, പിന്നല്ലാതെ ഞാൻ എത്ര കാലം കൊണ്ട് സ്വപ്നം കാണുക ഒരു പാവപ്പെട്ട പെണ്ണിന് വേണ്ടി. ഏതിനെ പാർക്ക് പറയുമ്പോഴാണ് അവനും പാവപ്പെട്ട പെണ്ണോ, പക്ഷെ അവരാ ടൈപ്പ് ജീവിയല്ലോ. ഏതിനെ ജിയോൻ ചോദിക്കുമ്പോഴാണ് പാർക്കും എക്സൈറ്റ് ആയിരിക്കാം, പക്ഷെ ലവ് വരുമ്പോ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിളാ, ഇത്രയും പെട്ടെന്ന് സെറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആരാണ്ട് പറഞ്ഞായിരുന്നു അവസാനം വരെ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നു, ചുമ്മാ തള്ളായിരുന്നല്ലേ. മതി ഇനി റിയാക്ഷൻ ഒന്നും കൊടുക്കണ്ട. ഡോഹിയുടെ കമ്പനി ഇവിടെ ഒരു പ്രൊമോഷൻ വേണ്ടി വരുന്നു, അതെല്ലാം നീ വേണം നോക്കിക്കോളാൻ, കാരണം എനിക്ക് ഡോഹിയായിട്ട് ഡേറ്റ് ചെയ്യണം, അതല്ലാതെ എനിക്ക് വേറെ സമയമില്ല. എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് പാർക്കും നിന്റെ ജീവിതം എന്താ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയ, ഇനി നിനക്ക് കമ്പനിയുടെ ആവശ്യമൊന്നുമില്ല, ചോറിന് എന്ത് ചെയ്യും. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ജിയോങ് അവിടെ ഇരുന്ന് ഞാൻ ഡോഹിയുടെ ഹസ്ബൻഡാ. ഏതിന് അവനും പറഞ്ഞോടെ പാർക്ക് അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് പിടികിട്ടി, അപ്പൊ ഇനി തൊട്ടാ നമ്മുടെ കമ്പനിയാ, എങ്കിൽ പിന്നെ മോൻ പെട്ടെന്ന് ചെന്ന് ഈ ലഞ്ച് ബോക്സ് എന്റെ ഷിന്ന് കൊടുത്തിട്ട് തരാവോ. ഏതിന് പാർക്ക് പറയുമ്പോഴാണ് അവനും ദേശെത്തി എടാ നീ പതിയെ എന്നെ ഒരു ജോലിക്കാരനായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണോ. ഏതിനെ ജിയോങ് ചോദിക്കുമ്പോഴാണ് അവനും അങ്ങനെയൊന്നുമില്ല, നീ എന്തായാലും അവിടെ ഡോഹിയെ കാണാൻ പോവില്ല, പോകുന്ന വഴിക്ക് അങ്ങ് കൊടുത്തേക്ക്. സോറി എനിക്ക് പറ്റില്ല, ഇന്ന് ഹെൽപ്പ് ചെയ്താവ എന്നും പിന്നെ വരും. ഏതിനെ ജിയോങ് അവിടെ നിന്ന് പോകും. അതോടെ പാർക്ക് സന്തോഷെത്തി എങ്കിൽ പിന്നെ ഈ റീസൺ വെച്ചോണ്ട് ഒന്നും കൂടെ ഷിന്നെ പോയി കാണാം. ഏതിന് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ജിയോങ്ങും അവിടുത്തെ പെയിന്റിങ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് യങ്സിയും വരുന്നത്. ജിയോങ് നിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു, ഇനിയിപ്പോ നിങ്ങൾക്ക് തടസ്സമായിട്ട് ഞാനില്ല, നീയൊന്നും വിഷമിക്കണ്ട, ഈ കാര്യമൊന്നും ഞാൻ ഡോഹിയോട് പറയത്തില്ല. ഏതിന് ഇവിടെ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ യങ്സി നീ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പോകാൻ പോവാണോ, ഞാൻ കാരണമാണ് എനിക്കിപ്പോ കുഴപ്പമില്ല, ഞാൻ എല്ലാം മറന്ന്. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും നീ കാരണമൊന്നുമല്ല, ഞാനായിട്ട് ഇവിടെ നിന്ന് പോവാ, എന്റെ ലവ് നിനക്കൊരു പോയിസൺ ആയിട്ടാ തോന്നുന്നത്. എന്നിന് ഇവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് പുറത്തിരുന്ന സ്റ്റാഫും ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വണ്ടി ഒന്നും പറയും. അതോടെ ഇവളും എങ്കിൽ പിന്നെ ഇനിയെങ്കിലും കുറച്ച് വർക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൻ ഇവള് പോകുന്ന കണ്ടിട്ട് യങ്സി നിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഏതിന് അവന് പ്രോത്സാഹിപ്പിച്ചോടെ ഇത് കേട്ട് അവള് സന്തോഷെത്തി അതെനിക്ക് അറിയാവുന്ന കാര്യമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞോ. ഏതിന് അവളും കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിയോങ്ങും ഡോഹിയെ കാണുന്നതിന് മുമ്പേ അവൾക്കൊരു ഫ്ലവർ വാങ്ങിക്കാൻ തീരുമാനിക്കും, കാരണം ഇതുവരെ അവൾക്ക് ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അവന് കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഏത് വേണം ചൂസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കൈ കത്തി തുടങ്ങും, കാരണം ഇവ കോൺട്രാക്ട് ചെയ്തിട്ട് ഇപ്പൊ കുറെ ദിവസമായി. അതോടെ അവനും ദേശെത്തി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാ കൈയൊക്കെ കത്തി തുടങ്ങുന്നത്. ഏതിന് അവനും പുതിയ കോൺട്രാക്റ്റിനെ തപ്പി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. They say that I'm on the road, maybe I just lost control. Nights keep on taking toll, find me out here on my own.
say that I'm on the road. Maybe I just lost control. These nights keep on taking tolls. Find me out here on my own.